Good afternoon, one and all. Last year, 2024, ഇതേ ടൈമിൽ we were here, like Nazreen, yes, we all were here. അപ്പോൾ അന്നത്തെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. And more than that, I would like to say, അതിലേറെ ahead, we have grown a lot. Not only ourselves, we all. ഞാൻ Aisha Samiha, again I would like to introduce a native from Melatur, very near to Perindalmanna. Glad to be part of the Scale Up and thankful to all the coordinators, especially Najib sir and his team. ഇനി നമ്മൾ ഇതിലേക്ക് കിടക്കുകയാണ്. ഐ എം എ ഡിസൈൻ തിങ്കിങ് കൺസൾട്ടൻറ്റ്. ഇന്നോവേറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, സ്വയമായിട്ട് എപ്പോഴും ഇന്നോവേഷൻസ് കൊണ്ടുവരാമെന്നാണ്. വിൽ ഹാവ് എ ടോക്ക്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് വിത്ത് നസ്രീൻ. ഓക്കെ, സോ നമ്മൾ ആക്ച്വലി ഫ്രണ്ട്സാണ്. ലാസ്റ്റ് സ്കെയിലപ്പാണ് ശരിക്കും ഞങ്ങളെ കൂടുതൽ സ്ട്രോങ്ങർ ബോൺസ് ഉണ്ടാക്കിയത്. വി സ്റ്റാർട്ടഡ് ടോക്കിംഗ് എ ലോട്ട് ആൻഡ് സംടൈംസ് വി യൂസ് ടു കൊളാബറേറ്റ്. അങ്ങനെ കുറേ തിങ്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ടു ടോക്ക് അബൌട്ട് നസ്രീൻ, ഷീ ഈസ് ആക്ച്വലി ഫ്രം മലപ്പുറം. പക്ഷേ നമുക്ക് ഇന്ന് ഇവിടെ കാണാമെന്നേ ഉള്ളൂ, നാളെ ചിലപ്പോൾ വേറെ രാജ്യത്തായിരിക്കും. ഈവൻ ടുഡേ നൈറ്റ് ഷീ വിൽ ബി ഇൻ ഫ്ലൈറ്റ്. അപ്പം 4 കൺട്രീസിൽ സ്വിച്ച് ചെയ്ത് ഷീ ഈസ് എ സീരിയൽ ഓൺട്രപ്രന്യൂർ. സി, എ വുമൻ ബീങ് എ സീരിയൽ ഓൺട്രപ്രന്യൂർ, ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് പ്രൈഡ്നെസ്. Second thing I would like to add on, she is working in education and health sector. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഹെൽത്ത് സെക്ടറും എഡ്യൂക്കേഷനും ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. So I would like to ask her how your leadership revolutionized both of these fields, and another thing, how you are switching yourself. കാരണം ഞാൻ എന്നെ അത്ഭുതപ്പെടാറുണ്ട്. ഇന്നിവിടെ ഇരിക്കും, നാളെ ചിലപ്പോൾ ഒരു മീറ്റിങ്ങിൽ കാണാം, പിന്നെ ഒരു ടോക്ക് ഷോയിൽ കാണാം. സോ ഹൗ യു ആർ സ്വിച്ചിങ് യുവർ റോൾസ് ഇൻ ഓൾ ദീസ് തിങ്സ്, ബീങ് എ സീരിയൽ ഓൺട്രപ്രന്യൂർ, ആൻഡ് ഹൗ യുവർ ലീഡർഷിപ്പ് ബൈ സ്വിച്ചിങ് ഓൾ ദീസ് യു ആർ revolutionizing it. Thank you so much, Samiha, for the question. I expected this kind of question. First of all, let me thank the organizers of Scale Up Conclave for giving me this opportunity today to be in front of all of you. A special mention and thanks to Honorable Najib MLA sir for giving us the privilege to be on this panel discussion today. Aisha Samiha പറഞ്ഞ പോലെ ഞാൻ ഒരു മലപ്പുറത്തുകാരിയാണ്. പക്ഷേ ഐ ഓപ്പറേറ്റ് ഇൻ ഡിഫറെൻറ്റ് ബിസിനസ്സസ് അക്രോസ് കൺട്രീസ്. പറഞ്ഞത് ശരിയാണ്, ഐ ഡു ട്രാവൽ എ ലോട്ട്. ഐ വിഷ് നമ്മുടെ ഓഡിയൻസിൽ കുറച്ചും കൂടി ഫീമെയിൽസ് ഉണ്ടായിരുന്നെങ്കിൽ I would have expected them to be in some way inspired by me. But ഉള്ളവരോടും പ്ലസ് ഓഫ് കോഴ്സ് ജെൻഡർ ബയസ് ഇല്ലാതെ എല്ലാവരും കേൾക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മൾട്ടിപ്പിൾ ബിസിനസ്സസ് ചെയ്യുമ്പോൾ ഈ കോണ്ടെക്സ്റ്റ് എങ്ങനെ സ്വിച്ച് ചെയ്യാൻ കഴിയുന്നത് എന്നാണ് ഐഷ ചോദിച്ച ഒരു ചോദ്യം. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്, ഐ വുഡ് സേ. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് സ്റ്റാർട്ടപ്സിൽ നിങ്ങളൊരു പ്രൊഡക്റ്റോ സർവീസോ ഫോക്കസ് ചെയ്തിട്ട് ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് അത് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എല്ലാവരും മൂവ് ചെയ്യുന്നത്. പണ്ടത്തെ കാലത്ത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബിസിനസ്സസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ആൻഡ് ദെൻ അതിൽ ചിലത് ഫെയിൽ ആവും, ചിലത് സക്സസ്ഫുൾ ആവും. അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു പണ്ട് എല്ലാവരും ചെയ്തിരുന്നത്. സ്മോൾ സ്കെയിൽ ബിസിനസ് ആയിരുന്നു എല്ലാവരും ചെയ്യുന്നത്. I belong to an entrepreneurial family where എൻ്റെ മമ്മി ആൻഡ് പപ്പ രണ്ടുപേരും ഓൺട്രപ്രന്യൂർസ് ആണ്, സക്സസ്ഫുൾ ഓൺട്രപ്രന്യൂർസ് ആണ് വിത്ത് മൾട്ടിപ്പിൾ ബിസിനസ്സസ്. അപ്പോൾ ഞാൻ 15 വർഷം മുന്നേ അതേ ഒരു പാത്ത് ഫോളോ ചെയ്തു എന്നേ ഉള്ളൂ. ഐ ഓൾസോ സ്റ്റാർട്ടഡ് മൾട്ടിപ്പിൾ ബിസിനസ്സസ്. ചിലത് ഫെയിലായി, ചിലത് സക്സസ്ഫുൾ ആയി. ഇന്ന് എനിക്ക് അക്കാഡമീസ് ഉണ്ട്. I'm also into healthcare and education, and I have a business solutions company with IT, finance and training and development, different verticals, and I also do the study abroad business. മലപ്പുറത്ത് സ്പെസിഫിക്കലി ഇവിടെ പെരിന്തൽമണ്ണയിൽ ഇരുന്ന് സംസാരിക്കുന്നത് കൊണ്ട് മലപ്പുറത്ത് എനിക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി ഉണ്ട്, നെസ് ആൻഡ് കമ്പനി, നെസ് ആൻഡ് കോ എന്ന് പറഞ്ഞിട്ട്, where we impart digital marketing skills to our students. അപ്പോൾ മൾട്ടിപ്പിൾ ബിസിനസ്സസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എസ്പെഷ്യലി അത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ചിലപ്പോൾ ഡിഫറെൻറ്റ് കൺട്രീസിൽ തുടങ്ങേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് നമുക്ക് ആ ഒരു എക്സ്പാൻഷൻ ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ ഒബ്വിയസ്ലി ട്രാവൽ ചെയ്യേണ്ടി വരും. ഞാനെങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പോലെ തന്നെ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കും ടു ഇംപ്ലിമെൻറ്റ് ദ ബിസിനസ്.
എല്ലായിടത്തും ഞാൻ തന്നെ എത്തണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് എനിക്കില്ല. ഐ ബിലീവ് ദാറ്റ് യെസ്, ഐ എം പാഷനേറ്റ് അബൌട്ട് സംതിങ്, ഐ സ്റ്റാർട്ടഡ് എ ബിസിനസ് ഇൻ ദാറ്റ്. ആ നാട്ടിൽ ആ ലൊക്കാലിറ്റിയിൽ എൻ്റെ അതേപോലെ പാഷൻ ഉണ്ട്, പക്ഷെ തുടങ്ങാനുള്ള കാശില്ലാത്ത ആരെങ്കിലും എന്തായാലും ഉണ്ടാവും. സോ ഐ ഫൈൻഡ് ഔട്ട് സച്ച് പീപ്പിൾ ഹു ക്യാൻ റൺ ദ ബിസിനസ്. അങ്ങനെ സോ ഫാർ ഐ ഹാവ് ബീൻ സക്സസ്ഫുൾ. ബട്ട് സ്റ്റിൽ ഹാവിങ് സെഡ് ദാറ്റ്, ഐ സ്റ്റിൽ മോണിറ്റർ വെരി കെയർഫുള്ളി. ഇത് എൻ്റെ ബിസിനസ്സസ് മാനേജ് ചെയ്യുന്ന എല്ലാവർക്കും, വെദർ ഇറ്റ് ഇസ് ദ CEOs ഓർ ഡയറക്ടേഴ്സ്, ദേ വെരി വെൽ നോ ദാറ്റ് ഈവൻ ഇഫ് ഐ എം ട്രാവലിംഗ്, ഈവൻ ഇഫ് ഐ എം ഇൻ അനദർ പാർട്ട് ഓഫ് ദ വേൾഡ്, ദേ നോ ദാറ്റ് അവിടെ എന്താ നടക്കുന്നതെന്ന് ഐ നോ വെരി വെൽ. So one key is I don't micromanage. So switching context is still fine because frequency of switching context is not as much. പിന്നെ obviously it is challenging because നമ്മൾ കോണ്ടെക്സ്റ്റ് സ്വിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ പല ബിസിനസ് തമ്മിലുള്ള കോണ്ടെക്സ്റ്റ് മാത്രമല്ല, നമുക്കൊക്കെ ഫാമിലി ഉണ്ട്, വീട്ടിലെ ആളുകളുണ്ട്. സോ സ്വിച്ചിങ് കോണ്ടെക്സ്റ്റ് ടു ദാറ്റ് ഓൾസോ ബിക്കംസ് മോർ ഡിഫിക്കൾട്ട് ഐ ഫീൽ. കാരണം ഒരു സ്ത്രീ പ്രത്യേകിച്ചും ഒരുപാട് ട്രാവലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ടു ടോക്ക് അബൌട്ട് ഇറ്റ്, ടു ഡീമോട്ടിവേറ്റ്, സേയിങ് ദാറ്റ് ഒരെപ്പോഴും ട്രാവൽ ചെയ്യാണല്ലോ, എന്തോർക്ക് ആക്ച്വലി പണി, ഇതൊക്കെ ആയിരിക്കും ഫസ്റ്റ് ആൾക്കാരുടെ മൈൻഡിൽ പോവുക. പക്ഷേ ഞാൻ കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ള സോഷ്യൽ മീഡിയയിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആണ്. സോ പീപ്പിൾ നോ, ഓക്കെ ഷീസ് ഗോയിങ് ഫോർ ദിസ് മീറ്റിംഗ്, അല്ലെങ്കിൽ ഷീസ് ഗോയിങ് ഫോർ ദാറ്റ്. ബട്ട് ദർ ആർ മെനി അതർ വിമൻ ഹു ആർ നോട്ട് ലൈക്ക് മീ, ഹു ഡോണ്ട് അപ്ഡേറ്റ് സോ മച്ച്. അപ്പം അവരുടെ കാര്യത്തിലൊക്കെ ഇറ്റ് ഇസ് സ്റ്റിൽ ചാലഞ്ചിങ്, ബട്ട് ദ വേൾഡ് ഇസ് ചേഞ്ചിങ്. And family support is the number one thing that a woman needs. ഒരു വുമണിന് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഇപ്പോൾ ബിസിനസ് സൊല്യൂഷൻസ് കമ്പനീസ് ഉണ്ട്, അവർക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, സ്കെയിലപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ പോലത്തെ കോൺക്ലേവ്സ് ഉണ്ട്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഒരു വുമണിനെ സംബന്ധിച്ച് അതിനെക്കാട്ടും ഏറ്റവും കൂടുതലായിട്ട് വേണ്ടിയത് എന്താ അറിയോ? ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട്, സമൂഹത്തിൽ നിന്നുള്ള സപ്പോർട്ട്. ആൻഡ് ഫാമിലി എന്ന് പറയുമ്പോൾ പേരൻസും പ്ലസ് ഹസ്ബൻഡിൻ്റെ പേരൻസും. എനിക്ക് ആ ഒരു നല്ല പ്രിവിലേജ് കിട്ടിയിട്ടുണ്ട്, ദാറ്റ് മൈ ഹസ്ബൻഡ് ഈസ് വെരി സപ്പോർട്ടീവ് വെൻ ഇറ്റ് കംസ് ടു വാട്ട് യു വാണ്ട് ടു ഡു. സോ ഇന്നത്തെ കുട്ടികളെ വീണ്ടും അത് ലൈക്ക് ദേ ആർ വെരി വോക്കൽ അബൌട്ട് ഇറ്റ്. ദേ ടെൽ ദാറ്റ് ഓക്കെ ഐ വാണ്ട് ടു ഡു ദിസ് ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. Now coming back to the second part of the question that you asked about social entrepreneurship അല്ലെങ്കിൽ leadership. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വിമൻ ലീഡിങ് ആൻഡ് റെവല്യൂഷനൈസിങ് ഓൺടർപ്രണർഷിപ്പ്. ഒരു റെവല്യൂഷൻ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരു ലാർജ് സ്കെയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കണം നമ്മളെ സമൂഹത്തിൽ, അല്ലേ? സോ ഞാൻ അങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് എന്നുള്ള കാര്യത്തിൽ പ്രൗഡായി ഫീൽ ചെയ്യുന്ന ഒരാളാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ 5 വർഷം മുന്നേ ഞാൻ ആക്സിഡൻ്റലി സോഷ്യൽ സെക്ടറിലേക്ക് എൻ്ററായി. ഒരു NGOൻ്റെ ടീം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലൈക്ക് ക്യാൻ വി ഡു ഓൺടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് പ്രോഗ്രാം ഇൻ ഡിഫറെൻറ്റ് സ്കൂൾസ് ആൻഡ് കോളേജസ് എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു ചെറിയൊരു ഐഡിയയിൽ നിന്നിട്ട് നമ്മൾ ഇന്ന് SCERTൻ്റെ കൂടെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് വി ഹാവ് സൈൻഡ് MOU ടു ചേഞ്ച് ദ 100-year-old കരിക്കുലം ഓഫ് ഇന്ത്യൻ സ്കൂൾസ് ആൻഡ് കോളേജസ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പം നേരത്തെ ഇവിടെ ഈ പാനലിൽ ഇരുന്നിരുന്ന അവരെല്ലാവരും പറഞ്ഞു ഒരു സിസ്റ്റമിക് ചേഞ്ച് കൊണ്ടുവരണം എന്ന്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ചേഞ്ച് കൊണ്ടുവരുന്നത് ആരാണ്? ഗവൺമെൻറ് ഹാസ് ടു ടേക്ക് ദ ഇനീഷ്യേറ്റീവ്. സോ വാട്ട് ഐ ഡു ഇസ് consultants like me influence the government in taking the right decision to make the right kind of changes in curriculum. നമ്മുടെ സ്കൂൾ ലെവലിൽ നിന്ന് തന്നെ സംരംഭകത്വത്തിൻ്റെ മൈൻഡ് സെറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം അവർ ഡോക്ടേഴ്സോ എൻജിനീയേഴ്സോ അല്ലെങ്കിൽ ആസ്പയർ ചെയ്യപ്പെടുന്ന ജോലിയൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും അവർക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാം എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. മറ്റേത് സ്കൂളിൽ നിന്നോ ഒരു ചെറിയ പ്രായത്തിൽ നിന്നോ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദെൻ യു ഹാവ് ടു ഗോ സെർച്ചിങ് ഫോർ ഇറ്റ് എവറിവെയർ. സോ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും സംരംഭകത്വം ഒരു വിഷയമായി തന്നെ പഠിപ്പിക്കണം എന്നാണ്. ഇന്ന് ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് അന്ന് നമ്മൾ ചെറുതായി തുടങ്ങിയ ആ ഒരു ഇനീഷ്യേറ്റീവ് 2.3 million students in India are having this curriculum currently. So that's one change that I believe that I have brought about a revolution in our country. താങ്ക് യു നസ്രീൻ. നല്ലൊരു കയ്യടി കൊടുക്കൂ. കാരണം എന്താന്ന് വെച്ചാൽ 2.3 million ഇറ്റ്സ് എ ഹ്യൂജ്, അല്ലേ? നമുക്കൊക്കെ ചിന്തിക്കാൻ ഇപ്പം പറ്റണം. പക്ഷെ അന്ന് ഇറ്റ് വാസ് സ്റ്റാർട്ടഡ്, യു സ്റ്റാർട്ടഡ് ഇൻ 2014, right? No, 2019. Yeah, 2019. So before corona we would say ആ സമയത്ത് അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് we all maybe in all our syllabus NCERT, SCERT ഇതിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? So many changes happen. So hats off to you Nazreen and we are proud of you once again. And then
next we are coming into, I would like to call Miss Najna ma'am. Actually, she is residing from Arikod. നമുക്ക് അത്ര ഇപ്പം ഇതുവരെ ഫെമിലിയർ ആയിരുന്നില്ല, ബട്ട് ലെറ്റ് സി വാട്ട് വാസ് ഹെർ ജേർണി. ഷീ സ്റ്റാർട്ടഡ് ബീയിങ് entrepreneur right now, but before that she was about 14 years she was in teaching practical skills. അതുപോലെ മോണ്ടിസറി എക്സാക്ട് വേയിൽ അവരുടെ സ്കൂളിൽ പ്രാക്ടീസ് ചെയ്ത് അവിടുന്ന് കുറേ ടീച്ചേഴ്സിനെ കുറേ എഡ്യൂക്കേറ്റേഴ്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് കുറേ കുട്ടികളിൽ അവർ ഇമ്പാക്റ്റ്ഫുൾ ആക്കിയിട്ടുണ്ട്. സോ ലെറ്റ് സീ ഹൗ ഷീ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് ഹർ കിനൈനി എഡ്യൂ ഇൻസ്റ്റിറ്റ്യൂട്ട്. യാ, Thank you so much. Good afternoon all. Thank you so much, a wonderful question, and thank you, Daksha, for your wonderful introduction for me. And I'm happy here for my co-panel members, and I congratulate you all for this gathering, for your scale up in business. So I'm Najna from Arikod. I'm CEO of Kinaini Edu International, which is working for hand-holding edu systems, school authorities, parents, teachers, and the students' communities. Along with that, I'm the founder principal of Brainy Kids Upper Elementary Montessori School at Arikod. It has been working last 10 years. I have educated 600 plus students in the practical education. And coming to the question, 10 years before I have started my school, Brainy Kids at Arikod, I'm started with 7 students. At that time, the society is asking me that it's like autism students, like that developmental course, they are asking me. So I am faced a lot of troubles for understanding them and convincing them this is the special education regards practical skills. So I have conducted many more summits and little bit education like simple conclaves like that. So gradually they have in Arikod, that's education city in Malappuram. Coming to now, we can see there is lots of Montessori schools and Montessori teacher training courses. I'm happy for that, this elaborating of the practical skilled education. But due to during my this educational journey and the constant researching in practical skill education, I realized that actually our students are following this long lasting, like means we have using our education system for the last 130 years. Nasrin told like early, no? So our generation also, they are using the same method. What is the changes are happening now? We can see we are living in the 21st century. We could see that at every field, like business, industry, and education, at every field, we can see that technology innovation, technology flourishment, at the same time, edtech business. But according to our classrooms, we can see the same benches, desks, textbooks, and the teachers, not the mentors. You can see that. How many years we are using the same method? What we can do that for that? The governmental system, Nasrin mentioned that government system, they can't actually, they could take this, they should take the initiative, but they can't take. Little bit changes only. Now NEP is started, but I don't know what is the hope in NEP. So what I can do, I research it myself, and in the several different educational pedagogies I have taught in myself, I have learned in myself, and I realized that we should apply this practical realization, practical education in our India at first, no? So what we can do for that? Any authorities, no, I think they are not ready to taking any risk like the revolution to change the syllabus, change the curriculums and the systems. Because they need to continue the systems and the syllabus under one authority, that their necessity. Then what we can do that? There are lots of troubles.
how I can implement like this. So during this all constant studies and my journey, I started the Kinaini Edu International, which is for hand-holding and helping edu institutions and systems. How it possible? So we have got the computer education, no? Long years before, the computers is no more there. After the innovation of the computer, all the institutions, all the schools, we had implemented one additional computer labs. Then we have learned the computer applications. Then after that, lots of social clubs are there, we can see in all schools, like JRC, Red Cross, NCC, like that. Many social clubs we can see in each schools. How it possible? Actually, this was a thought of one person. After the success, like this wise, I can implement the Kinaini culture of practical skill, global skill education all over the schools, like we can add the system. Along with their syllabus, along with their authority, curriculums, their culture, we can just implement our Kinaini culture edu systems with their syllabus. So, through that, the parents community and the teaching community and the school authorities and the students, parents, everybody, they can get the facility for the practical education. അല്ലേ? നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് പഠിച്ചത്? എല്ലാവരും പഠിച്ചു പോകുന്നു. ഒരു തലത്തിലെത്തുമ്പോൾ ഒരു ഡോക്ടർ, എൻജിനീയർ, അഡ്വക്കേറ്റ്, അതർവൈസ് ടീച്ചേഴ്സ് എന്നതല്ലാതെ ആക്ച്വലി ഐ എം വെരി അപ്രീഷിയേറ്റ് ഓൺ യു ബിക്കോസ് ഇവിടെ ഒരുപാട് ഓൺട്രപ്രണേഴ്സാണ്. നമ്മൾ നമ്മുടെ ലൈഫിൽ റിസ്ക് എടുത്തത് കൊണ്ട് മാത്രമാണ് ഓൺട്രപ്രണേഴ്സ് ആയത്, അല്ലേ? മറ്റത് ഒരു സ്റ്റീരിയോ ടൈപ്പ് എഡ്യൂക്കേഷൻ ചെയ്ത്, സ്റ്റീരിയോ ടൈപ്പ് ജോബ് ചെയ്ത്, പാരൻസിൻ്റെയോ ടീച്ചേഴ്സിൻ്റെയോ സൊസൈറ്റിയുടെയോ പ്രഷർ കാരണം എന്തൊക്കെയോ ആയി മാറിയവരാണ് നമ്മളെല്ലാവരും. പക്ഷേ നമ്മുടെ കുട്ടികൾ അങ്ങനെ ആവാൻ പാടില്ല. അവർ പഠിക്കുന്ന സമയത്ത് തന്നെ they should know about their potentialities. അവർക്ക് എന്തിൽ അവരുടെ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റണം. അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ഫീൽഡിന് വേണ്ടി വർക്ക് ചെയ്ത് പഠിക്കാനുള്ള ഒരു സ്പേസ് അവർക്ക് കിട്ടണം. സ്കൂളുകളിലും കോളേജസിലും വീട്ടിലും സൊസൈറ്റിയിലുമെല്ലാം. ഇങ്ങനെയാണെങ്കിൽ എത്ര സയൻറ്റിസ്റ്റിനെ നമുക്ക് കാണാൻ പറ്റും, എത്ര ആസ്ട്രോണറ്റ്സിനെ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? അങ്ങനെ എത്ര ഡിഫറെൻറ്റ് ഫീൽഡുകളുണ്ട്. ഈ രീതിയിൽ എല്ലായിടത്തും നമ്മളെ മലപ്പുറത്ത് നിന്ന് വലിയൊരു ഇനീഷ്യേറ്റീവാണ് സ്കെയിലപ്പ് കോൺക്ലേവ്. നമ്മുടെ നജീബ് എടുത്തിട്ടുള്ള ഒരു പേഴ്സണലി എനിക്ക് നല്ല അടുപ്പമുള്ള ആളാണ്. എടുത്തിട്ടുള്ള ഈ ഒരു ഇനീഷ്യേറ്റീവ് ഒരുപാട് നമ്മൾ ഓരോ ഇവിടെ കൂടി നിൽക്കുന്ന ഓരോ ഫാമിലിയിലും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ള ഇറ്റ്സ് ഷുവർ. സോ ദിസ് ഇസ് ദ വേ ഹൗ ഐ സ്റ്റാർട്ടഡ് കിനൈനി എജു ഇൻ്റർനാഷണൽ. 10 വർഷം ബ്രൈനി കിഡ്സ് മോണ്ടിസോറി അപ്പർ എലിമെൻ്ററി എന്ന സ്കൂള്, അതായത് 7th ഗ്രേഡ്, പ്രീ കെ ജി മുതൽ 7th ഗ്രേഡ് വരെ ഇൻ്റർനാഷണൽ മോണ്ടിസോറി കരിക്കുലം ഫോളോ ചെയ്യുന്ന സ്കൂളാണ്. അവിടെ 600+ സ്റ്റുഡൻസിനെ നമ്മൾ ഇറക്കി. എങ്ങനെ പോയ ഈ ജേണിയിലാണ് മനസ്സിലാവുന്നത് ആക്ച്വലി ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുള്ള സ്റ്റീരിയോ ടൈപ്പ് ബെഞ്ചും ഡെസ്കും ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു എഡ്യൂക്കേഷൻ ആണോ എല്ലാവരും പോകുന്ന ഒരു എൻട്രൻസ് കഴിഞ്ഞാൽ ഒന്നുകിൽ MBBS അതല്ലെങ്കിൽ BTech എന്നുള്ള ആ ഒരു രീതിയിൽ മാത്രമാണോ നമ്മുടെ കുട്ടികൾ പോകേണ്ടത്? ഇത് മാത്രമാണോ അവർ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്? ടീച്ചിങ് കമ്മ്യൂണിറ്റിക്ക് എന്തൊക്കെ ഇതിന് ചെയ്യാൻ പറ്റും? ഇപ്പോൾ 21st century സ്കിൽസാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ആക്ച്വലി unfortunately the B.Ed centers are produced actually the long back syllabus students as the teachers. The teachers are entered the classroom and they are engaging with the students, the 21st century the new gen students. They are called now alpha is closed, then beta is started. So the gap between these two is very horrible. The teaching communities can manage the students. They are not ready to sit the same benches. They are not ready to hear the same voices. They need little bit changes in the syllabus and curriculums. So teaching community അവിടെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഈ രീതിയിൽ ഒത്തിരി ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തി, ഒത്തിരി ഡെവലപ്മെൻ്റൽ പ്രോഗ്രാംസ് ഉൾപ്പെടുത്തി വലിയൊരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ബാക്ക് ആൻഡ് പ്രൊസീജിയേഴ്സിലാണ് ഞാനിപ്പോൾ. ദാറ്റ്സ് കിനൈനി എജു ഇൻ്റർനാഷണൽ. ആക്ച്വലി സമീഹ, ഐ ഹോപ്പ് ഐ ആൻസേർഡ് യുവർ ക്വസ്റ്റ്യൻ.
Yes, Thank you so we much. knew about Kineni, and of course you said 21st century life skillനാണ് sorting skillsനാണ് importance. അതിലേറെ നമ്മളെ ടോപ്പിക് തന്നെ ഷീ ലീഡ്സ് നാവിഗേറ്റിംഗ് ത്രൂ പോളിസി ലാൻഡ്സ്കേപ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇന്നുള്ള ഓരോ പാനലിസ്റ്റും നമ്മൾ 4 പേരും പോളിസീസിൽ ചേഞ്ച് ചെയ്യുക. പോളിസി മീൻസ് ദ വേ ഇറ്റ് വർക്ക്സ്, അതിൻ്റെ ബാക്ക് എൻഡ് എന്താണെന്നുള്ളത്. കാരണം നമ്മൾ കാണുന്നത് കുട്ടികൾ പഠിക്കണതും നമ്മൾക്ക് അവിടെയുള്ള ടീച്ചിങ് സ്റ്റൈലുമാണ്. അതിൻ്റെ ബാക്ക് എൻഡിൽ പോളിസി ചേഞ്ചസ് ആണ് ഇന്ന് നമ്മളെ നാട്ടിലുള്ള സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം, അതുപോലെ തന്നെ ഇപ്പോൾ ഈ സ്കെയിലപ്പ്, ഇങ്ങനത്തെ ഒക്കെ കാലത്തിനനുസരിച്ച് ഇന്നോവേറ്റീവായിട്ട് പോളിസി ചേഞ്ചസ് വന്നപ്പോഴാണ്. സോ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ ഓരോരുത്തരും, ആൻഡ് വി ആർ ഗ്ലാഡ് വി ഗോട്ട് സച്ച് എ പാനലിസ്റ്റ് ടുഡേ ഫ്രം നസ്രീൻ. ഇതിൽ നമുക്കറിയാം മൊത്തം ഇന്ത്യയിൽ 22 സ്റ്റേറ്റ്സിൽ ലാൻഡ്സ്കേപ്സ് മാറ്റി, പോളിസി ലാൻഡ്സ്കേപ്സ് മാറ്റി എന്നുള്ളതാണ്. ബ്രിങ്ങിങ് ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് അഗെയിൻ കിനൈനി ഫ്രം, നമുക്ക് ഇന്നറിയാം, ഇന്നലെ ഇവിടെ സെഷൻസ് ഉണ്ടായിരുന്നു വിത്ത് ഇൻ്റർവെൽ ടീം അല്ലേ, അരീക്കോടിൽ നിന്നാണ്. അരീക്കോടിൽ നിന്ന് അത് ഒരു 0 to 100 ഇതിലേക്ക് എത്തി, ആൻഡ് അബവ് ഇറ്റ്സ് വർക്കിംഗ് ഓൺ. അപ്പോൾ ആ ഒരു ഇതിലേക്ക് ഇനി കിനൈനിയും വരട്ടെ. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പണിംഗ് ഫോർ ഓൾ ദ എഡ്യൂക്കേറ്റേഴ്സ് ഇൻ എസ്പെഷ്യലി ഫ്രം മലപ്പുറം, ആൻഡ് ദെൻ ഒൺലി വിൽ ഗോ ഫോർ അനദർ പീപ്പിൾ. ദാറ്റ്സ് വാട്ട് ഷീ സെഡ്. അപ്പോൾ ഇതെല്ലാവരും കൂടി ചെയ്താൽ വരുന്ന ഒരു പോളിസി ചേഞ്ചാണ്. ആൻഡ് അനദർ തിങ് വി വുഡ് ലൈക്ക് ടു പോയിന്റ് ഔട്ട്, ഇവിടുന്ന് 2 ഡിസ്കഷനിൽ നമുക്ക് കിട്ടിയ കീ പോയിന്റ്സ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ കുറേ മാൻ ഉണ്ട്, ഹൗ ടു സപ്പോർട്ട് വുമൻ. ഇന്നലെ നമ്മൾ കപ്പിൾസ് ഇത് കണ്ടു, അതിലും ഹൗ വുമൻ ഇസ് ലീഡിങ് ജസ്റ്റ് ബിക്കോസ് ദ സപ്പോർട്ട് ഇസ് ദെയർ. അപ്പം എല്ലാവരും വീട്ടിലുള്ള വുമനെ സപ്പോർട്ട് ചെയ്യുക, ലീഡേഴ്സായിട്ട് ഇതേപോലെ നമ്മൾ കൊണ്ടുവരിക. ദെൻ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഒരു ചേഞ്ച് കൊണ്ടുവരാൻ, അതുപോലെ തന്നെ ഒരു കൂട്ടായിട്ടുള്ള കൂട്ടായ്മയാണ്. നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ, എനിക്ക് എൻ്റെ വല്യമ്മയാണ് എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാറ്, ഫാമിലി. അതുപോലെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു വുമൺ ലീഡ് ചെയ്താൽ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് വി ഓൾ സിറ്റിംഗ് ഹിയർ, ആൻഡ് യു ഓൾ ആർ ലിസണിങ് ടു അസ് അറ്റ് ലീസ്റ്റ്, ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് നെക്സ്റ്റ് വി ആർ കമ്മിങ് ഇൻ ടു ശ്രീപ്രിയ. ഷീ ഈസ് ഹെയിലിംഗ് ഫ്രം കൊച്ചിൻ. അപ്പോൾ നമുക്കുള്ളൊരു ഡൗട്ട് ഉണ്ട് അല്ലേ, മലപ്പുറത്ത് എന്തിന് വന്നു അല്ലേ? സോ അനദർ തിങ് ഐ വുഡ് ലൈക്ക് ടു പോയിന്റ് ഔട്ട്, ഷീ ഈസ് എൻ യങ് entrepreneur and she is peculiar with started with Pehia Foundation. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, എല്ലാവരും പെട്ടെന്ന് ജോബ് കിട്ടണം, പെട്ടെന്ന് പൈസ കിട്ടണം, ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു NGO അല്ലെങ്കിൽ ഒരു റിസർച്ച് നടത്തിയിട്ട് ആൾക്കാർക്ക് എന്താ ആവശ്യം എന്നുള്ള ഒരു പ്രവർത്തനം ചെയ്തിട്ട് ബിസിനസ്സിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്. അനദർ തിങ് യങ് ഓൺട്രപ്രണേഴ്സ് ആണ്. അപ്പോൾ യങ് ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ വാട്ട് മേക്സ് യു തിങ്ക് വാട്ട് ഓൾ യു ഹാവ് ടു ഡു? അല്ലെങ്കിൽ ഷീ ഈസ് ഓൾസോ an ഓണർ ഓഫ് പ്രീ സ്കൂൾ അല്ലേ? അപ്പോൾ വി ഹാഡ് എ talk and she told that so many changes she founded, like great problems she founded, and let's hear from her what made her to found such a school where early years are adopted. Thank you. ഹായ് എവ്രി വൺ, നമസ്കാരം. ഇപ്പോൾ പറഞ്ഞ പോലെ ഇവിടെ ആദ്യമായിട്ടാണ് സ്കെയിലപ്പിൽ വരുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യം ഫീൽ ചെയ്തത് പാനലിസ്റ്റൊക്കെ വുമൺ ആണ്. ഓക്കെ, ഷീ ലീഡ്സ് ആണ് ടോപ്പിക്ക്. ഇവരെല്ലാവരും മലപ്പുറംകാരാണ്, ഞാൻ മാത്രമേ ഉള്ളൂ കൊച്ചിയിൽ നിന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താ ഫീൽ ചെയ്യുക? ഐ എം ദ ഓൺലി ഔട്ട്സൈഡർ അല്ലേ? അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആർട്ടിക്കുലേറ്റ് ചെയ്ത് വെച്ച് കുറേ സാധനങ്ങൾ ഞാൻ മറന്നുപോയി, പറയാൻ എന്താണ് ഉദ്ദേശിച്ചത്, കുറേ കാര്യങ്ങളൊക്കെ മറന്നുപോയി. പക്ഷേ ദേ മെയ്ഡ് മീ ഫീൽ കംഫർട്ടബിൾ. എൻ്റെ ജേണി എന്തായിരുന്നു, ഞാൻ എങ്ങനെയാണ് തുടങ്ങിയത്, ഏത് ഏജിലാണ് തുടങ്ങിയത്, എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്. ദേ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ലൈക്ക് ഈച്ച് ആൻഡ് എവ്രി വൺ, ഈ ഇരിക്കുന്ന എല്ലാവരും. സോ ദേ മെയ്ഡ് മീ സോ കംഫർട്ടബിൾ. ഐ ഫീൽ ഒരു ബിലോങ്ങിങ്. ഓക്കെ, ഞങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് നമ്മളൊരു കൂട്ടായിട്ടൊരു ഡിസ്കഷൻ നടത്താൻ പോകാന്നുള്ളൊരു ഫീലിലേക്ക് എന്നെ കൊണ്ടുവന്നെത്തിച്ചു ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട്. ദാറ്റ്സ് വാട്ട് ഐ ഡിഡ് വിത്ത് പെഹിയ ഫൗണ്ടേഷൻ. ഇപ്പോൾ എത്ര പെൺകുട്ടികളുണ്ട്? ക്യാൻ യു റേസ് യുവർ ഹാൻഡ്സ്? ഗേൾസ്, ഫീമെയിൽ പീപ്പിൾ? ഓക്കെ, സോ വെൻ ഐ യൂസ് ടു ഗോ ടു കോളേജ്, എൻ്റെ കോളേജ് ഞാനെല്ലാം ചെയ്തത് കൊച്ചിയിലാണ്. I used to go for every meetups. Okay, I am basically from a computer science background, BSc computer science ആയിരുന്നു. I used to go for every meetups, Go meetup, Ruby meetups, Python meetups, all the language meetups. Okay, I will be there, even though I don't know any languages. But I used to go. Debian Stretch release party,
Linux users group, Java users group. So I used to go everywhere. And I am the single person in every meetup. ബാക്കിയൊക്കെ മെയിലാണ്. പക്ഷേ താങ്ക് ഗോഡ് എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, ആൻഡ് ദേ മെയ്ഡ് മീ കംഫർട്ടബിൾ. ദേ മെയ്ഡ് മീ ഫീൽ ദാറ്റ് ഐ ബിലോങ് ദെയർ. വിത്ത് ദെയർ സപ്പോർട്ടാണ് കൂടുതൽ ഇവൻറ്റ്സിലേക്ക്. ആൻഡ് ദെൻ ഐ മെറ്റ് മൈ കോ ഫൗണ്ടർ. പെഹിയയ്ക്ക് ഒരു കോ ഫൗണ്ടർ ഉണ്ട്, എൻഫ. കറൻ്റ്ലി ഷീ ഈസ് ഡൂയിങ് ഹെർ PhD ഇൻ US. പുള്ളിക്കാരിയും ഞാനും മീറ്റ് ചെയ്തു. ദെൻ വി സ്റ്റാർട്ടഡ് ഗോയിങ് ടുഗെദർ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് ഓക്കെ, വൈ കാൺ വി സ്റ്റാർട്ട് എ ഗ്രൂപ്പ്, ജസ്റ്റ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്, ആൻഡ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം. ആൻഡ് ഇഫ് ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഗോയിങ് ഫോർ ഇവൻറ്റ്സ്, നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ, വൺ ഈസ് പാരൻ്റൽ കൺസേൺ അല്ലേ, വീട്ടുകാർ. ശനി ഞായറും ആയിരിക്കും പ്രോബബ്ലി ഓൾ ദ മീറ്റപ്സ്. എവിടെയാണ് ശനി ഞായറും പോകുന്നത്? നിനക്ക് വീട്ടിലിരുന്നാൽ പോരെ? കോളേജിലുള്ളത് പഠിച്ചാൽ പോരെ? ലൈക്ക് നമ്മൾ പറയുന്ന എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കരിക്കുലം പഠിച്ചാൽ പോരെ? അങ്ങനെ ഒരു കേസ്. അതുപോലെ തന്നെ ഹാക്കത്തോൺസ് 24 ആണെങ്കിൽ വിടുവോ? സ്റ്റേ എവിടെയായിരിക്കും? ആമ്പിള്ളേരുണ്ടോ? അവർ കൊണ്ടുവന്നാക്കുമോ? ആരാണ് പോയിന്റ് ഓഫ് കോൺടാക്ട്? ടീച്ചേഴ്സ് ഉണ്ടോ? ലോട്ട്സ് ഓഫ് ക്വസ്റ്റ്യൻ. ഇത് ഫേസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഗേൾസ് ഇവിടെ? ഐ കാൺ ഹിയർ യു. സോ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു, ഓക്കെ വി വിൽ ട്രാവൽ ടുഗെദർ. നമ്മളൊരു 10 പേരെങ്കിൽ 10 പേര് ഒരുമിച്ച് പോകുമ്പോഴത്തേക്കും പാരൻസിന് കുറച്ച് കോൺഫിഡൻ്റ് ഉണ്ട്. ഓക്കെ, ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്, കൂട്ടത്തോടെ അല്ലേ. അങ്ങനെ വി വെൻ ടു കൂപ്പത്തോൺ, കോഴിക്കോട് നടന്ന കോപ്പറേറ്റീവ് ഹാക്കത്തോണിന് 2018 or 19, ഐ ഡോണ്ട് റിമെമ്പർ. അതിൽ 21 ഗേൾസിനെ കൊച്ചിയിൽ നിന്ന് ഞങ്ങളൊരു ബസ്സിൽ രാത്രി കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ പാരൻസ് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പാരൻസ് എൻഫയോട് സംസാരിക്കും, മോളെ അവളെ നോക്കിക്കോളണേ. എൻഫയുടെ പാരൻസ്, ഷീസ് ഫ്രം കണ്ണൂർ, എന്നെ വിളിച്ചിട്ട് പറയും മോളെ അവളെ നോക്കിക്കോളണേ. ബാക്കി എല്ലാ പാരൻസും, ബാക്കി 21 പിള്ളേരുടെ പാരൻസും ഞങ്ങളെയാണ് കോൺടാക്ട് ചെയ്യുന്നത്, മക്കളെ ഞങ്ങളുടെ മക്കളെ നോക്കിക്കോളണേ. സോ ഇറ്റ് വാസ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വി ടുക്ക് ദീസ് 21 ഗേൾസ്. വി ഡിഡ് ദ ഹാക്കത്തോൺ. അതിൽ ടോപ്പ് 3 ഞങ്ങളൊരു ടീം വരുകയും ചെയ്തു. That event gives us the confidence. Then we didn't stop. We went to PyCon, we went to another hackathons, regional sprint Mozilla. So there are lots of events we attended together. അതിൽ നിന്ന് കിട്ടിയൊരു കോൺഫിഡൻസ് ഉണ്ടോ. And then we created a group that turns into a community. ഞങ്ങൾ എല്ലാ വീക്കെൻഡ്സിലും അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേസിലൊക്കെ വന്ന് ഇൻക്യൂ ഇന്നോവേഷൻസ്, ഒരു കോ വർക്കിംഗ് സ്പേസ് ആണ് ഇൻ കൊച്ചി. ദേ ഹോസ്റ്റഡ് us. അവർ പറഞ്ഞു ഫ്രീ ആയിട്ട് ഞങ്ങളുടെ സ്പേസ് യൂസ് ചെയ്തു. സോ ഞങ്ങൾ രാവിലെ ചോറും പെറുക്കി കെട്ടിയെടുത്തിട്ട് വരും, എന്നിട്ട് അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് തോന്നി പഠിക്കും. ഞങ്ങൾ കുറേ റിസോഴ്സ്, വി ഹാവ് പ്ലെൻറ്റി ഓഫ് റിസോഴ്സസ് ഓൺലൈൻ. സോ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് എടുത്തിട്ട് ഓക്കെ നമുക്കിന്ന് CSS പഠിക്കാം, നമുക്കിന്ന് HTML പഠിക്കാം എന്ന് പറഞ്ഞിട്ട് വി ക്രിയേറ്റ് സ്മോൾ പ്രൊജക്ട്സ്. എന്നിട്ട് ഞങ്ങൾ അതുകൊണ്ട് ഹാക്കത്തോണ്ട് പോകും. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ദാറ്റ് വാസ് അവർ സ്റ്റോറി. ആൻഡ് എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാം ഗൂഗിൾ വുമൻ ടെക് സ്കോളർഷിപ്സിനെ കുറിച്ചിട്ട്. ഇറ്റ്സ് എ 5-day റിട്രീറ്റ്, ഫുള്ളി ഫണ്ടഡ്. ഗൂഗിളിൻ്റെ ഏതെങ്കിലും ഒരു ഗ്ലോബൽ ഓഫീസിൽ വെച്ചിട്ടായിരിക്കും അവർ നടത്തുക. ആൻഡ് ഓൾ ദ വിന്നേഴ്സ് ഓഫ് ദാറ്റ് സ്കോളർഷിപ്പ് ഫ്രം കേരള ആർ ഫ്രം പെഹിയ. അത് ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിട്ട് കാണുന്നു. കാരണം ഇറ്റ്സ് എ വെരി ടഫ് തിങ്. കുറേ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസും സാധനങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ആൻഡ് ഓൾ ദ എനിക്കൊന്നും 5-6 പേരുണ്ട് സോഫാർ കിട്ടിയേക്കുന്നവർ, അത്രയേ ഉള്ളൂ കേരളത്തിൽ നിന്ന്. ഇത്രയും വുമൻ കോളേജസ് എടുത്ത് നോക്കുകയാണെങ്കിലും ദർ ആർ ലോട്ട് ഓഫ് വുമൻസ് അല്ലേ എഞ്ചിനീയറിംഗ് ചെയ്യുന്നത്. ബട്ട് ഹൗ മെനി ഓഫ് ദം ആർ ആക്ച്വലി ഡൂയിങ് ടെക്? അഗെയിൻ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ ഇത്രയും നാളും ഇത്രയും സ്കോളർഷിപ്പ് ഉണ്ടായിട്ടും അതിൽ കിട്ടിയേക്കുന്ന ഈ 6 പേരും ആർ ഫ്രം പെഹിയ. അത് ഒരു ഇൻസിഡൻ്റ് ആണ്. ആൻഡ് ദെൻ വി ഡിസൈഡഡ് ടു, നമ്മളും വളരുവാണല്ലോ ആസ് എ പേഴ്സൺ, ആസ് എൻ ഓർഗനൈസേഷൻ. Okay, I was so interested in child's education, so I started doing workshops for kids. STEM, I am also a STEM educator. So അതിൻ്റെ രീതിക്ക് സെഷൻസ് എടുക്കാൻ പോകാൻ തുടങ്ങി. ആൻഡ് ഓൾസോ നമ്മൾ കേരളം ഭയങ്കര പ്രൗഡായിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു. ITH സ്കൂൾ, സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾക്കറിയാം, വി ഹാവ് ITH സ്കൂൾ. വെരി പ്രോഗ്രസീവ് ആയിട്ടുള്ള കരിക്കുലവും സിലബസും കാര്യങ്ങളുമാണ്. ബട്ട് സാഡ് റിയലൈസേഷൻ എനിക്കുണ്ടായത് 2028 ഡെബിയൻ സ്ട്രെച്ച് റിലീസ് പാർട്ടിക്ക് അവിടെ സെഷൻ എടുത്തുകൊണ്ടിരിക്കാൻ നമ്മൾ കേട്ടോണ്ടിരിക്കുമല്ലോ ഇങ്ങനെ ക്യൂരിയസ്ലി കേട്ടോണ്ടിരിക്കുമ്പോൾ അയ്യോ മോങ്കോ DB ഓരോ കാര്യങ്ങളൊക്കെ അവർ പറയുമ്പോഴത്തേക്കും അയ്യോ ഇതൊക്കെ എവിടെയോ കേട്ടിട്ടുണ്ട്. സോ ഞാൻ എവിടെയോ ഇതൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്ന് എനിക്കറിയില്ല. ദെൻ ഒബ്വിയസ്ലി നമ്മൾ ക്വസ്റ്റൻ ഒന്നും ചോദിക്കില്ല, നമുക്ക് മടിയാണല്ലോ, അയ്യോ മണ്ടത്തരാണോ ചോദിക്കുന്നത് വിചാരിച്ചിട്ട് ഒന്നും മിണ്ടിയില്ല, വീട്ടിൽ ചെന്നിരുന്ന് ഗൂഗിൾ ചെയ്തു. സോ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ ITH സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്, എടുബുണ്ടുവിലുണ്ട് ഇതൊക്കെ ഞാൻ ഓൾറെഡി 10ാം ക്ലാസ്സിൽ, ഞാനപ്പോൾ കോളേജിൽ പഠിക്കുക, 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സാധനം എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്പോൾ സിസ്റ്റം മാറിയിട്ടുണ്ടാവും, വർഷങ്ങളായില്ലേ. ഞാൻ വിചാരിച്ചു നമുക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലം ഏതാ? നമ്മൾ പഠിച്ച സ്കൂളാണ്. സോ ഐ വെൻറ്റ് ദെയർ ഫോർ എ 1-day വർക്ക്ഷോപ്പ്. എന്നിട്ട് ഞാൻ പിള്ളേരുടെ അടുത്ത് വിൻഡോസിൻ്റെ ലോഗോ കാണിച്ചു കൊടുത്തു. എല്ലാവരും ചാടി കയറി പറഞ്ഞു വിൻഡോസ്. അത് കഴിഞ്ഞ് ഞാൻ എടുബുണ്ടുവിൻ്റെ കാണിച്ചു കൊടുത്തു. അവർക്ക് അറിയുകൂടിയില്ല. ദിസ് ഹാപ്പൻഡ് ഇൻ 2019.
ഓക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അപ്പം എനിക്ക് മനസ്സിലായി ഓക്കെ നമുക്ക് ഒത്തിരി സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കരിക്കുലമാണോ എഡ്യൂക്കേറ്റിംഗ് സിസ്റ്റത്തെയാണോ, അതായത് ദ വേ വി ടീച്ച് ചിൽഡ്രൻ, അതാണോ വ്യത്യാസം വരുത്തേണ്ടത്? ഇപ്പോൾ നേരത്തെ ഒരു പാനൽ ഡിസ്കഷനിൽ പറഞ്ഞു ടീച്ചേഴ്സ് ലേസി ജോബായിട്ട് കാണുന്ന ഒരു പ്രൊഫഷനാണെന്ന്. പക്ഷേ അത് ഏറ്റവും റിസർച്ചും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കേണ്ട ഒരു പ്രൊഫഷനാണ്. അതാണ് എനിക്ക് തോന്നുന്നത് ലാക്ക് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാൻ വി ട്രൈഡ് അവർ ബെസ്റ്റ്. ഐ വാസ് 19 ദാറ്റ് ടൈം. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞങ്ങളുടെ ഒരു ലിമിറ്റഡ് നോളേജ് ആൻഡ് റിസോഴ്സസിൽ വെച്ചിട്ട് വി ട്രൈ ടു ട്രാവൽ വിത്ത് ഫ്രണ്ട്സ്. ഇങ്ങനെയുള്ള ഇവൻറ്റ്സിന് വി ട്രൈ ടു ഓർഗനൈസ്. വി ഡിഡ് എ 10-day ക്യാമ്പ് ഫോർ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി, ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ഞങ്ങളെക്കൊണ്ട് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ആൻഡ് ഒബ്വിയസ്ലി ഒരു ചെറുപ്പത്തിൻ്റെ ആവേശത്തിലും അന്ന് NGO എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ ചുമ്മാ ഒരു രസത്തിന് പേഴ്സണൽ ഐ വോണ്ട് ടു ട്രാവൽ, ഐ വോണ്ട് ടു അറ്റൻഡ് ഇവൻറ്റ്സ്. അത് 10 പേരെ കൂട്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞൊരു സാധനത്തിന് ഞങ്ങൾ കുറേ നാൾ ഓടിച്ചു. ആൻഡ് ദെൻ ലൈക്ക് നമുക്ക് എപ്പോഴും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുമല്ലോ ലൈഫിൽ, വാട്ട് നെക്സ്റ്റ്. സോ ഐ ട്രൈ ഡിഫറെൻറ്റ് തിങ്സ്. ഒരു 25 വയസ്സ് വരെ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ഐ വിൽ ട്രൈ ഡിഫറെൻറ്റ് തിങ്സ്. ഐ എം നോട്ട് ഫ്രം എ ഓൺട്രപ്രനർ ബാക്ക്ഗ്രൗണ്ട്. എൻ്റെ വീട്ടിൽ എല്ലാവരും എന്താ പറയുക അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാരാണ്. പക്ഷേ ഞാനെന്തോ എനിക്കിഷ്ടമായിരുന്നു, ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യുന്നു പറഞ്ഞ് നടന്നു. ആൻഡ് അറ്റ് ദ ഏജ് ഓഫ് 25 ഡിസൈഡഡ് ഓക്കെ എനിക്ക് പിള്ളേരെ പഠിപ്പിക്കാൻ, നോട്ട് ജസ്റ്റ് പിള്ളേരെ, എനിക്ക് ടീച്ചേഴ്സിനെ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പാരൻസിനെ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം, അവരെ അവയർനെസ് കൊടുക്കണം. നിങ്ങൾ നന്നായിട്ട് പാരൻറ്റിങ് ചെയ്താലേ പിള്ളേർ നന്നാവുള്ളൂ എന്നെനിക്ക് പറയണം. അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഐ സ്റ്റാർട്ടഡ് എ പ്രീ സ്കൂൾ. നൗ 2 years കംപ്ലീറ്റ് ചെയ്യുവാണ്. ആൻഡ് എന്താ പറയുക, ഫോർച്ചുനേറ്റ്ലി ഐ ആം സിറ്റിംഗ് വിത്ത് എഡ്യൂപ്രണേഴ്സ് ഹിയർ who have already created so much impact, valuable impact create ചെയ്തിട്ടുള്ളത്. And we are talking about more collaboration in the future as well. So thank you Scale Up for inviting me. This is more than I could imagine. This is a wonderful opportunity you give me to know these people. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ I feel so small and honored because I'm also inspired because ഇവർ ഓടുന്ന രീതിക്ക് ഞാൻ ഓടിയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എവിടെ എത്തിയേനെ. Like their energy, their passion, that's a huge inspiration to everyone. Okay, thank you Sripriya. അപ്പോൾ ഫസ്റ്റ് ടേക്ക് ഫ്രം ഹർ ടോക്ക് ഇസ് ലൈക്ക് നമ്മളൊരു മീറ്റപ്സിന് പോവുക, ഇവൻറ്റ്സിന് പോവുക, മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക, നമ്മളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് അതിന് ചാൻസ് ഉണ്ടാക്കിയിട്ട്, പണ്ടൊക്കെ പറയും അതിൽ ചാടി പോവുക എന്ന് പറയും, പക്ഷെ അങ്ങനെയല്ല, ഇത് വുമൺ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണ് സേഫ് സോൺ കണ്ടെത്തി, ബൗണ്ടറീസ് കണ്ടെത്തിയിട്ട് പോവുക. സോ ദാറ്റ് ഇസ് ഫസ്റ്റ് തിങ് ബിക്കോസ് ഷീ ഈസ് സിറ്റിംഗ് ഹിയർ ഇൻ ഹർ വെരി യങ് ഏജ് just because she started exploring. ഇതുപോലെ മീറ്റപ്സും ഇവൻസും എക്സ്പ്ലോർ ചെയ്തപ്പോൾ ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് കമ്മിങ് ബാക്ക് ടു യു. ദാറ്റ് ഇസ് ഇറ്റ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. സെക്കൻഡ് തിങ് ഈസ് എഡ്യൂക്കേറ്റിംഗ് പേരൻസ്, ടീച്ചേഴ്സ് ആൻഡ് ഓൾ ദ കിഡ്സ്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വി ആർ ലിവിങ് ഇൻ എ വേൾഡ് വേറെ ഇവിടെ കുട്ടികളെ നമ്മളെ കയ്യിൽ ഒതുങ്ങാത്ത സമയമാണ്. സോ ദെയർ പേരൻറ്റിങ് ഷുഡ് ബി ഗിവൺ ആസ് ക്യാപ്സ്യൂൾസ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് പ്രീവിയസ് വേസ്. നമ്മൾ പണ്ടൊക്കെ എല്ലാവരും ഒപ്പമായിരുന്നു താമസിച്ചിരുന്നത്. കുറേ കാര്യങ്ങൾ നമ്മൾ പലരതും കണ്ടിട്ട് പഠിക്കുമായിരുന്നു. ബിക്കോസ് സോ മെനി എക്സ്പെർട്ടൈസ്, വീട്ടിലുള്ള തന്നെ പല ക്വാളിറ്റീസും എക്സ്പെർട്ടൈസും നമ്മൾ പഠിക്കുമായിരുന്നു. ബട്ട് റൈറ്റ് നൗ വി ഓൾ ആർ ലിവിങ് വെരി മൈക്രോ ഫാമിലി, അല്ലേ, ന്യൂക്ലിയർ ആയിട്ടാണ്. സോ ഇറ്റ് ഈസ് പേരൻസിന് തന്നെ ആവണം, ഹൂഎവർ പുറത്തുനിന്ന് കിട്ടുന്ന എല്ലാ അറിവും ഫസ്റ്റ് തിങ് പേരൻസ് കൊടുക്കണം. സോ എഡ്യൂക്കേറ്റിംഗ് പേരൻസ്, എഡ്യൂക്കേറ്റിംഗ് ടീച്ചേഴ്സ്, ദീസ് ഓൾ ആർ മാൻഡേറ്ററി. സോ അവിടെ ഈ 3 പേരും ഇൻക്ലൂഡിങ് മീ, വി ഓൾ ആർ ഡൂയിങ് സോ മെനി തിങ്സ്. വി വാണ്ട് മോർ പീപ്പിൾ ഫ്രം ഹിയർ. അപ്പോൾ ഇനി കൊച്ചിന്ന് മലപ്പുറത്തും വി ക്യാൻ സീ ശ്രീപ്രിയ ഫോർ ഷുവർ. ആൻഡ് ദെൻ വി ആർ മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻസ് ഫ്രം ഓഡിയൻസ്. I think before that, Aisha Samiha, you yourself have been doing amazing work, alle? So I think audience should know about your initiatives as well. Design thinking inde oru endha paraya queen ennu venangi parayam in that sector. So yeah, we'd like to hear your story. എൻ്റെ ജേർണി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. സോ ഇറ്റ് വിൽ ബി എ റെപ്പിറ്റേഷൻ. സോ ഐ എം നോട്ട് ടെല്ലിങ് ഓൾ ദോസ് തിങ്സ്. നമുക്ക് ചേഞ്ച് വരണം, അതുപോലെ ഇന്നോവേറ്റീവ് ആവണം. അപ്പം ഇതിൽ 3 പേര്, ഇപ്പം ഞങ്ങൾ 4 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ നസ്രീൻ, യു സ്റ്റാർട്ടഡ് യുവർ സീരിയൽ ഓൺടർപ്രിനർ ജേർണി. ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് യു ഫൗണ്ട് യുവർ സെൽഫ്, അല്ലേ, നിങ്ങളുടെ ഒരു പ്രൊഫൈൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാട്ട് ഈസ് യുവർ പാഷൻ ഓർ ഇൻ്റലിജൻസ് ഓർ യുവർ വാട്ട് ഓൾ പേഴ്സോണ യു ആർ.
ഇത് കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്. അപ്പോൾ അവിടുന്ന് തുടങ്ങുകയാണ് ഞങ്ങൾ. വി സ്റ്റാർട്ട് ഫ്രം ഫൈൻഡിങ് യുവർ സെൽഫ്. നിങ്ങൾ എന്താ, നിങ്ങളുടെ പ്രൊഫൈലിംഗ് എന്താ, വാട്ട് യു ആർ കേപ്പബിൾ ഫോർ. ഇത് കണ്ടെത്തിയിട്ട് അതിനെ എഡ്യൂക്കേഷനിലേക്കും കരിയറിലേക്കും ഓൺടർപ്രണർഷിപ്പിലേക്കും കൊണ്ടുപോകുക എന്നുള്ളതാണ് വി ആർ ഡൂയിങ്. സോ ലെറ്റ് മീ ആസ്ക് നസ്രീൻ, ക്യാൻ യു പ്ലീസ് ഗിവ് ദം വാട്ട് ഈസ് യുവർ പേഴ്സോണ? കാരണം ഇത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് എന്തൊക്കെ പേഴ്സോണ വേണം? ഇനി ഇല്ലെങ്കിൽ വി ക്യാൻ ഡെവലപ്പ് ദാറ്റ്. ഇഫ് യു വോണ്ട് ടു ബി ലൈക്ക് നസ്രീൻ, what all area you have to develop? Can we just discuss about it? Sure. I like this live on stage sudden surprise that is coming. I think എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയായിരിക്കും ഞാനൊരു എക്സ്ട്രീം എക്സ്ട്രോവേർട്ട് ആണ്. ബട്ട് ദാറ്റ് ഈ എക്സ്ട്രോവേർട്ടിസം അല്ലെങ്കിൽ ഇൻട്രോവേർട്ടിസം എന്നുള്ളത് നമ്മൾ നാച്ചുറലി വെൻ യു ആർ ബോൺ ലൈക്ക് ഇറ്റ് കംസ് നാച്ചുറലി ഇൻ യുവർ പേഴ്സണാലിറ്റി. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അക്വയർഡ് പേഴ്സണാലിറ്റി കൂടെ ഉണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് എൻവയൺമെൻറ്റിലാണോ എക്സ്പോസ്ഡ് ആവുന്നത് ആ എൻവയൺമെൻറ്റിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഓക്കെ, വാട്ട് ആർ മൈ ലൈക്സ്, വാട്ട് ആർ മൈ ഡിസ്ലൈക്സ്, വാട്ട് ഇസ് മൈ ഡിസ്കംഫർട്ട്. അതായത് ഞാൻ കംഫർട്ടബിൾ ആവുന്ന ചില കാര്യങ്ങൾ എന്താണ്, അൺകംഫർട്ടബിൾ ആവുന്ന ചില കാര്യങ്ങൾ എന്താണ്, ഏത് ടൈപ്പ് ഓഫ് ആളുകളായിട്ടാണ് എനിക്ക് മിങ്കിൾ ചെയ്യാൻ ഇഷ്ടം. അപ്പം അങ്ങനെ മൈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വൺ വേർഡിൽ പറയുകയാണെങ്കിൽ എനർജറ്റിക് അല്ലെങ്കിൽ വൈബ്രൻറ്റ് അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ടഡ് ഇതൊക്കെ പറയാൻ പറ്റും. ഒരു MBTI ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പം അതിൽ ഐ എം ആൻ ENTJ. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. MBTI ടെസ്റ്റ് മയേഴ്സ് ആൻഡ് ബ്രിഗേഴ്സ് ടെസ്റ്റാണ്. നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ്, ലോകത്തിൽ 16 പേഴ്സണാലിറ്റീസാണ് ആൾക്കാരെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതിൽ ENTJ എന്ന് പറഞ്ഞാൽ കമാൻഡർ എന്നുള്ള പേഴ്സണാലിറ്റിയാണ്. അപ്പം ഞാൻ ഒരു കമാൻഡർ എന്നുള്ള പേഴ്സണാലിറ്റിക്ക് യോജിക്കുന്ന ചില പ്രൊഫഷൻസ് അല്ലെങ്കിൽ ചില ഏരിയാസ് ഓഫ് വർക്ക് ഉണ്ട്. അതിലൊന്നാണ് സംരംഭകത്വം ഓർ CEO ഇതൊക്കെ. സോ ഐ തിങ്ക് സമീഹ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലൈഫ് ജേർണിയിൽ ഏകദേശം നമുക്ക് മനസ്സിലായിട്ട് അതിനനുസരിച്ചിട്ടുള്ള കരിയർ പാത്ത് ചൂസ് ചെയ്യാൻ പറ്റും എന്നാണോ? That is what design thinking is. Okay, fine. Yeah. Thinking design ചെയ്യുക to our mind and passion, we'll move in that. ഓക്കെ, അപ്പം നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു കരിയർ അല്ലെങ്കിൽ പ്രൊഫഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഹൗ ഡു യു തിങ്ക്? And not only career, profession, if you are a company, suppose you are a firm and you want to reach in such and such place, you want to bring a new product or something, there also you can do the design thinking. So design thinking എല്ലാ ഫീൽഡിലും ആപ്ലിക്കബിൾ ആണ് അല്ലേ? എല്ലായിടത്തും. സോ what kind of trainings do you do, like for, who is your target audience? നിങ്ങൾ കമ്പനീസിന് വേണ്ടിയിട്ടാണോ ഡിസൈൻ തിങ്കിങ് ട്രെയിനിങ് ചെയ്യാറ് അതോ സ്കൂൾസിനാണോ? We do from start, from students to educational institutes. അപ്പോൾ എത്ര വയസ്സുള്ള ഒരു കുട്ടിക്ക് ഡിസൈൻ തിങ്കിങ്ങിനെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ് കിട്ടാൻ പറ്റും? 10 years above. 10 years മുതലേ തുടങ്ങാൻ പറ്റും. And up to 90 years. ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കും നമ്മുടെ ഓഡിയൻസിന്. ലൈക്ക് 10 ഇയേഴ്സിനുള്ള ഒരു കുട്ടിക്ക് ഡിസൈൻ തിങ്കിങ് കരിക്കുലത്തിൽ എന്ത് ആക്ടിവിറ്റീസ് ആയിരിക്കും ഇൻവോൾവ്? Mainly we sort what are their intelligence. And we sort എവിടെയാണ് അവരുടെ ഏരിയാസ് ഓഫ് ഡെവലപ്മെൻറ്റ്, ലൈക്ക് എനി ഡിസബിലിറ്റീസ്, അല്ലെങ്കിൽ അവരെ ഏത് ഫോക്കസ്ഡ് ആണ്. ചിലപ്പം ഇംഗ്ലീഷിൽ ഇഷ്ടമുള്ള കുട്ടിയായിരിക്കും. ഇംഗ്ലീഷിലെങ്കിൽ വാട്ട് ഇസ് ഇറ്റ്, പോയം ആണോ, റൈറ്റിംഗ് ആണോ, അല്ലെങ്കിൽ റീഡിംഗ് ആണോ, പബ്ലിക് സ്പീക്കിംഗ് ആണോ, ഇങ്ങനെ വരെ ഡീപ്പായിട്ട് നമ്മൾ പോകും. മനസ്സിലായി. അപ്പം ചെറുപ്പം മുതൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കുട്ടീനെ ഒരു ചാനലിലേക്ക് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ കോൺഫിഡൻസ് ആണ് അതോടുകൂടി വളരുന്നത്. സോ ദ ഷ്യോറിറ്റി, അതായത് ഒരു 10th കഴിഞ്ഞിട്ട് ഞാൻ എന്തായിരിക്കണം അല്ലെങ്കിൽ ഭാവിയിൽ ഞാൻ എന്തായിരിക്കണം എന്നുള്ള ഷ്യോറിറ്റി ചെറിയ പ്രായം മുതൽ തന്നെ വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. Surety for everything. Nice. Anyway, Thank we'll you. have some questions. Thank you so much. Yes, thank you. So we'll take some questions because the time is almost over. Any questions? എൻ്റെ പേര് അഭയ്, ഞാൻ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ നിന്നാണ് വരുന്നത്. ഫെദേഴ്സ് എന്ന് പറഞ്ഞ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്റർ നടത്തുകയാണ്. ഡിസ്ലെക്സിക് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള ഇൻ്റർവെൻഷൻസ് ആണ് കൊടുക്കുന്നത്. സൊസൈറ്റിയിൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെ ഇടയിൽ എന്താണ് ഇവർ ഫേസ് ചെയ്യുന്നത്, എന്താണ് ഡിസ്ലെക്സിയ എന്നുള്ളത് പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിൽ നിന്നും ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി മോശമാണ് എന്ന് സ്കൂളുകാർ പറഞ്ഞിട്ട് ഞങ്ങളുടെ സെന്ററിലേക്ക് വിടുന്നില്ല. പക്ഷെ ആ കുട്ടിക്ക് ആ സമയത്ത് കിട്ടേണ്ട ബേസ് കിട്ടാതെ കുട്ടി ബുദ്ധിമുട്ടുകയാണ് ചെയ്യുന്നത്. കൂടാതെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ, കാരണം എല്ലാവരും എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്, അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. സോ അതൊരു എന്തെങ്കിലും കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാണ്ടെങ്കിൽ പറഞ്ഞുതരാം. ആരോടാണ് ചോദ്യം?
നിങ്ങൾ 3 പേരിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യന് ആൻസർ തരാം. ഓക്കെ, മേ ബി ഐ ക്യാൻ ടേക്ക് ദാറ്റ് അപ്പ്. ഒന്ന്, ഡിസ്ലെക്സിയ എന്താണെന്നുള്ള അവയർനെസ് പൊതു ക്രൗഡിന് കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചാനൽസ് ഉണ്ട്, ഒരുപാട് സ്പെസിഫിക് ടോപ്പിക്സിനെ കുറിച്ച് എക്സ്പേർട്സ് ഉണ്ട്. ഞാൻ ശ്രമിക്കുന്നുണ്ട്, എനിക്ക് അറിയാം, എനിക്ക് ഒരുപാട് നോളജ് ഉണ്ട്, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓൾറെഡി നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട്, നമ്മളെപ്പോലത്തെ ഒരു അപ്രോച്ച് ചെയ്തിട്ട് ഇപ്പം നിങ്ങളിത് നടത്തുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിയുന്നത്. സോ യു ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്താൽ നമ്മൾ തന്നെ അതിന് സൊല്യൂഷൻ ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ്. സോ യു കോൺടാക്ട് ദം, യു ടെൽ ദം ടു സ്പ്രെഡ് അവെയർനെസ്. സെക്കൻഡ്, ഓഫ് കോഴ്സ് ഗവൺമെൻറ് കൻ ഡൂ സം തിങ്സ് ഇൻ ടേംസ് ഓഫ് അവെയർനെസ്. കാരണം ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ക്രൗഡല്ല, ഇത് മൊത്തം എല്ലാ കംപ്ലീറ്റ് സൊസൈറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ദെൻ ഓൺലി their attitude towards these children അല്ലെങ്കിൽ സ്കൂൾസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദീസ് ചിൽഡ്രൻ ഇതൊക്കെ മാറുള്ളൂ. അപ്പോൾ ഇതെല്ലാം മാറണം എന്നുണ്ടെങ്കിൽ കളക്റ്റീവ് എഫേർട്ട് വേണം. ആ കളക്റ്റീവ് എഫേർട്ടിന് ഗവൺമെൻറ്റ്സ്, NGOs, നമ്മൾ പൊതുജനം, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചെടുക്കേണ്ട ഒരു എഫേർട്ടാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് അവയർനെസ് റേസ് ചെയ്യാൻ ഒന്നുകിലെ ക്യാമ്പയിൻസ് നടത്താം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ്, ഇപ്പം ചില NGOസിൻ്റെ സ്പെസിഫിക് എയിം തന്നെ, NGOs എല്ലാവർക്കും അറിയാലോ അല്ലേ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ കൾച്ചർ നമ്മളെ കേരളത്തിൽ കുറച്ച് കുറവാണ്. കേരളത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും പോവർട്ടി അല്ലെങ്കിൽ വീടുണ്ടാക്കുക, അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനത്തെ പ്രൈമറി ആയിട്ട് നമുക്ക് ഭയങ്കര അത്യാവശ്യമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കാണാനാണ് NGOs ശ്രമിക്കാറ്. ബട്ട് ഐ ബിലീവ് ദാറ്റ് NGOs ഷുഡ് ഓൾസോ ട്രൈ ടു സോൾവ് അതർ സെക്കൻഡറി പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇത് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ അപ്രോച്ച് NGOs. ദേ ക്യാൻ സ്റ്റാർട്ട് വിത്ത് 1 ഡിസ്ട്രിക്റ്റിൽ ഒരു അവയർനെസ് തുടങ്ങാം, പിന്നെ അത് സ്കെയിൽ ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഡിസ്ട്രിക്ട്സിലേക്ക് കൊണ്ടുവന്നിട്ട് എൻറ്റയർ സ്റ്റേറ്റിനെ നമുക്ക് ഇന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പോസിബിൾ ആണ്. എക്സ്ക്യൂസ് മീ, ഐ വാണ്ട് ടു ആഡ് സംതിങ് ദാറ്റ് ഡിസ്ലെക്സിയ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വരുന്ന 3-4 വയസ്സുള്ള കുട്ടികൾ പോലും സംസാരം ഓറലി ബാക്ക്വേർഡാണ്, വളരെ ബാക്ക്വേർഡാണ്. അതിന് ഈ മൊബൈലിൻ്റെ ഇത്രത്തോളമുള്ള ഒരു എക്സ്പ്ലോറേഷനോ അതല്ലെങ്കിൽ ഫ്ലറിഷ്മെൻറ്റോ, നമ്മുടെ പാരൻസിൻ്റെ ബിസി ഷെഡ്യൂൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിന് ഇപ്പോഴത്തെ സമൂഹം നമ്മുടെ കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഡിസ്ലെക്സിയ പോലത്തെ, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ വളരെ ഡിസബിലിറ്റീസ് ആയിട്ടുള്ള കുട്ടികൾക്ക് പോലും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നതിനപ്പുറത്ത് ഒരു ക്ലാസ് മുറിയിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ടീച്ചർക്ക്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ സമീഹ എടുക്കുന്ന ഒരു ദൗത്യം, അതുപോലെ എല്ലാ ടീച്ചേഴ്സും ചെയ്യേണ്ടതാണ്. എല്ലാ കുട്ടികൾക്കുമുള്ള അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മനസ്സിലാക്കി അവരെ ട്രീറ്റ് ചെയ്യുന്ന ടീച്ചർ എന്ന കോൺസെപ്റ്റിൽ നിന്നും മെൻറ്റർ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് പോകുമ്പോഴാണ് എന്ന് തോന്നുന്നു ഇതുപോലെയുള്ള പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈ സ്കെയിലപ്പ് കോൺക്ലേവിൽ നമ്മൾ ഒരുപാട് ഓൺട്രപ്രണേഴ്സാണ് ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള പല കുട്ടികളെയും, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാരൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരെയും അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് പ്രോഗ്രാമുകളും മറ്റും സംഘടിപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് അവരെ ഉൾപ്പെടുത്താനാവണം. നമ്മുടെ കരിക്കുലത്തിലും നമ്മുടെ ക്ലാസ് മുറികളിലും ഇവരെ കൂടി കൊണ്ടുവരാനും അവരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ടീച്ചിങ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു പ്രോഗ്രസീവ് തോട്ടാണത്. ഇതിൻ്റെയൊക്കെ ഭാഗമാവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവരെയും ഒരേ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തി ഒറ്റ ക്ലാസ് റൂമിൽ അവരെ കീപ്പ് ഇറ്റ് അസൈഡ് എന്നുള്ള രീതിയിൽ നിർത്താതെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു മെൻറ്റർഷിപ്പ്, അതല്ലെങ്കിൽ ഒരു സമൂഹമാണ് ഉണ്ടാവേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു. Actually, we are running short of time, so I guess we shall. Do we have one last question? Yes, can you please pass on the mic? Sir, I can also add on. You can connect with these people. We'll prepare something for you. Like dyslexia ന്റെ പറഞ്ഞില്ലേ? Please go ahead, sir. മാഡം ഐഷ സമീ മാഡത്തോടാണ്. മാഡം 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂടുതൽ മാറ്റം. 90 10 to 90. 10 to 90. അപ്പോൾ ഇതിൽ 10 മുതൽ 19 വയസ്സ് വരെയുള്ള മക്കളിൽ കൂടുതൽ ഇമോഷണൽ ചേഞ്ച് വരുന്ന സമയമാണ്. ഹോർമോണിക്കലി ഇമോഷണലാണ് അവർ കൂടുതൽ ചെയ്യുക. ആ സമയത്ത് എങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെയാണ് ആ ഒരു ഫോക്കസിൽ നിന്നിട്ട് വേണം ഇങ്ങനെ ഒരു ഇന്നോവേറ്റീവ് തോട്ടിലേക്ക് മാറ്റാൻ സാധിക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം നമ്മൾ 10 വയസ്സായ കുട്ടിയെന്ന് ഞാനൊരു കട്ട് ഓഫ് പറഞ്ഞതാണ്, കാരണം സംസാരിക്കാൻ പറ്റുന്ന കുട്ടിയെന്നാണ്.
അതിൻ്റെ മുന്നത്തെ ഏജ് എടുക്കുകയാണെങ്കിൽ ഒരു 0 to 3 years, 3 to 6 years, 6 to 9 years, ഇങ്ങനെ ഒരു ടേം കഴിഞ്ഞിട്ടാണ് 10 വയസ്സിൽ വരുന്നത്. അപ്പോൾ ഈ ഓരോ ഏജിലും നമ്മൾ കുട്ടികൾക്ക് പല എക്സ്പോഷറാണ് കൊടുക്കുന്നത്. ഇപ്പോൾ പേപ്പർ കൊടുത്തിട്ട് വരയ്ക്കാൻ പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പർ കൊടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ എന്ന് പറയാം. ചിലപ്പോൾ പിച്ചിടും അല്ലേ? അതുപോലെ ചില കുട്ടികൾ അത് മടക്കി വെക്കും, ചില കുട്ടികൾ അതിനെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കും. ഫ്രം ദേർ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ കുട്ടി എവിടെയാണ്, ആ കുട്ടിയുടെ സ്റ്റേജ്. ഇത് പൊളിക്കുന്ന കുട്ടി ഹി ഡോണ്ട് നോ വാട്ട് ടു ഡു വിത്ത് ഇറ്റ്. അപ്പോൾ കഴിയണത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കയ്യിനാണ് ഡെവലപ്മെൻ്റ് ഉള്ളത്. അതേ സ്ഥാനത്ത് വരക്കണ കുട്ടി എന്താണ്, ഒന്നും കൂടി അത് ഫോക്കസ്ഡായി വരയ്ക്കാൻ കഴിവുള്ള ആളാണ്. മടക്കുന്ന കുട്ടി ഒന്നും കൂടി അത് ഓർഗനൈസ്ഡ് ആണ്. അതുപോലെ തന്നെ പുതിയ ഓരോന്ന് ഉണ്ടാക്കണ കുട്ടി തീർച്ചയായിട്ടും ഇന്നോവേറ്റീവാണ്. അപ്പോൾ അവിടുന്ന് തുടങ്ങുകയാണ് നമ്മൾ. അപ്പം നമ്മൾ ഈ കുട്ടികൾക്ക് ഓരോ ആക്ടിവിറ്റീസാണ് കൊടുക്കുക ചെറുപ്പത്തിൽ അല്ലേ? സ്റ്റെം ഒക്കെ നോക്കിയാലും പ്രാക്ടിക്കൽ എഡ്യൂക്കേഷനൊക്കെ നോക്കിയാലും നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുക്കും. ഇത് ഈ കുട്ടി എങ്ങനെ പെർസീവ് ചെയ്യുക എന്നുള്ളത് അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ കുട്ടീൻ്റെ സ്റ്റേജ് എന്താണെന്നുള്ളത്. അതിനനുസരിച്ചിട്ട് അവരെ ഇംപ്രൂവൈസ് ചെയ്ത് അവരെ കറക്റ്റായിട്ട് ഫോക്കസ്ഡ് ആക്കുകയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ എന്താണ് അവർ ചെയ്യണത്, അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കൊടുക്കണം. അതാണ് നമ്മൾ ആസ് എ പുതിയ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പാരൻറ്റിങ്ങിൽ കൊണ്ടുവരേണ്ടത്. കാരണം നമ്മൾ സ്കൂളിൽ നിന്ന് എന്താ പഠിക്കുന്നത്, ഒരു പേപ്പർ കൊടുത്താൽ എല്ലാവരും എഴുതുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ കുട്ടിക്ക് പേപ്പർ കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു സംഭവം നമ്മൾ കൊടുക്കുന്നില്ല. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. സോ അങ്ങനെ നമ്മൾ ഓരോ ഇൻ്റലിജൻസ്, 9 ഇൻ്റലിജൻസ് ഉണ്ട്, വലിയൊരു ടോപ്പിക്കാണ്. അതിൽ ഓരോ ഇൻ്റലിജൻസും എന്താന്ന് കണ്ടെത്തി ആ കുട്ടീനെ ആ ഒരു രീതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ തിങ്ക് ചെയ്യിപ്പിക്കുക. അതാണ് 10 വയസ്സുള്ള കുട്ടിക്ക് ചെയ്യുക. അതാണ്.